കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവിടെയാക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 46. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും ചെയ്യുന്നില്ല. ആമേൻ. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു. കർത്താവ് മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മൾ എന്തിനാണ് വാസ്തവത്തിൽ വചനം കേൾക്കുന്നത്? കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്, ഒരു പ്രത്യേക ചാരിതാർത്ഥ്യം, പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാറുണ്ട്. എന്തോ കേൾക്കുന്നത് പലർക്കും നല്ല ഒരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ കർത്താവ് പലപ്പോഴായിട്ട് പറഞ്ഞല്ലോ, വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകണം. അത് പിന്നീട് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അനുഭവമാകണം. അതല്ലെങ്കിൽ വചനം കേൾക്കുന്നുണ്ട് എന്താ നമുക്ക് പ്രയോജനം? കർത്താവ് പറയുന്നു ലൂക്കോസ് 6:46, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നു. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാളുകളായി നാം വചനം കേൾക്കുന്നവരല്ലേ, ധാരാളം നാളുകളായിട്ട് വിശ്വാസത്തിൽ വന്ന നാൾ മുതലല്ല, ഒരുപക്ഷെ നാമമാത്ര വിശ്വാസത്തിലാണെങ്കിൽ വിശ്വാസത്തിൽ വന്നതിന് മുമ്പേ നമ്മൾ വചനം കേൾക്കുന്നവരാണ്. അന്യമതത്തിൽ നിന്ന് വന്നവർ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്ന ശേഷം വചനം കേൾക്കുന്നത്. അപ്പോൾ വചനം കേൾവി ഒരു പ്രോബ്ലം അല്ല നമുക്ക്. വചനം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ കാര്യപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ പ്രയോജനത്തിലേക്ക് പോകുവാനിടയാകാത്ത രീതിയിൽ പോകുന്നത് നമുക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 21 and 22. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ഈ വചനത്തിന് പ്രത്യേകത എന്താ? ഇത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനമാണ്. ആമേൻ. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 14, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പോൾ നോക്കണമേ, തിരുവെഴുത്ത് നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ്. യാക്കോബ് പറയുന്നു, ഇത് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമാണ്. ആമേൻ. അപ്പോൾ ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ആമേൻ. എന്നിട്ട് പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം ചില വർക്ക് ഇവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വചനം ക്രിയ ചെയ്യുക. വചനം ക്രിയ ചെയ്യുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതല്ലേ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, ശരിയാ, പക്ഷെ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. ഇന്നും അതല്ലേ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം വചനം നാം ഗ്രഹിക്കുന്നു, വായിക്കുന്നു,
എന്നാൽ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ ഒരു മേഖലയിൽ വരുമ്പോൾ മാത്രം നാം അവിടെ പരാജയപ്പെടുകയാണ്. നമുക്ക് മുമ്പോട്ട് ചുവടുകൾ വെക്കാൻ കഴിയാതെ നാം ശക്തിഹീനരായി അല്ലെങ്കിൽ ബലഹീനരായി പോകുന്നു. ആമേൻ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. 1 Peter chapter 1 verse 23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നാം വീണ്ടും ജനിക്കുവാൻ മുഖാന്തരമായി തീർന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്നിട്ട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയാകുന്നു. പുല്ല് വാടി പൂവ് തിന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അതവിടെ അവസാനിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പത്രോസ്: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പം നോക്കണമേ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ വചനം, രക്ഷയ്ക്കായി വളരുമാറാക്കുന്ന വചനം, വീണ്ടും ജനിപ്പിക്കുന്ന വചനം. ആമേൻ. യാക്കോബ് പറയുന്നു, നിങ്ങളെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. ഹല്ലേലൂയ. ഈ വചനം നാം ചെയ്യുന്നവരാകണമെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21 നമ്മൾ വായിച്ചത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എന്നിട്ട് താൻ പറയുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്യാതെ, കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വചനം കേൾക്കുന്നത് നല്ലതല്ലേ, പക്ഷെ കേൾക്കുക മാത്രം ചെയ്യുന്നത് കൊണ്ട് അതിനൊരു കുഴപ്പമുണ്ടാകുന്നുണ്ട്. അതവിടെ പറയുന്നേ, നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. വി ഡിസീവ് അവേഴ്സെൽസ്. നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാളുകളായി ദൈവവചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ, നാളുകളായി വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. വചനം കഴിഞ്ഞ നാളുകളിൽ നമ്മോട് സംസാരിച്ച പല കാര്യങ്ങളും നാം ചെയ്യാതെ വിട്ടിട്ടില്ലേ? എത്രയോ കാര്യങ്ങളിൽ നാം അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. നാം വെറുതെ അങ്ങ് വിട്ട് കളഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ആമേൻ. തൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. അനുസരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ലൂക്കോസ് 6:46, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആമേൻ. ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഇത് കുറച്ചുകൂടെ വിസ്തൃതമായി കാണാൻ പറ്റുന്നൊരു ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ യവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്തെ സ്വർഗജാതത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീരപ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്തില്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. എന്നിട്ട് പറയുന്നു, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക?
കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം ജീവിതത്തിൽ ക്രമീകരണം വരുത്തുന്ന, ജീവിതത്തിൻ്റെ ചുവടുകളെ മുമ്പോട്ട് വയ്ക്കുന്ന, ക്രമീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നു. അതിന് എക്സാമ്പിളായിട്ട് കർത്താവ് പറഞ്ഞത് ഇതാണ്: പാറമേൽ വീട് പണിത ഒരു മനുഷ്യൻ. താൻ ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് താൻ എന്ത് ചെയ്തു? നല്ല അടിസ്ഥാനത്തിന്മേലാണ് അത് പണിത്. ആ അടിസ്ഥാനം ഉറച്ച ഒരു അടിസ്ഥാനത്തിന്മേൽ തൻ്റെ വീട് പണിതു. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ആമേൻ. അപ്പോൾ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നു. ഒന്ന്, എൻ്റെ വചനങ്ങളെ കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ വീട് പണിതാൽ ആ വീട് പാറമേലാണ്. മഴ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, ജീവിത ക്ലേശങ്ങൾ വർദ്ധിക്കട്ടെ, മഹാമാരികൾ കടന്നു വരട്ടെ, ജോലി സംബന്ധമായി ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കട്ടെ, പലവിധമായിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കട്ടെ, പക്ഷേ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതത്തിൽ തീരുമാനമെടുത്ത് ആ വചനത്തെ ചെയ്ത് മുമ്പോട്ട് ചുവടുകൾ വെച്ച് കടന്നു പോകുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു പ്രതികൂലത്തിൻ്റെ നടുവിലും താൻ ക്ഷീണിതനായി പോകില്ല, തൻ്റെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകുകയില്ല. സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കാറ്റുകളെയും കോളുകളെയും തിരമാലകളെയും എല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി താൻ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ താൻ അനുസരിച്ചിരിക്കുന്ന ഒബേ ചെയ്ത ഈ വചനത്തിൽ നിന്ന് തനിക്ക് ലഭിക്കും. ആമേൻ. നമ്മൾ വചനത്തെക്കുറിച്ച് വായിക്കുന്നത്, വചനം അത് ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമെന്ന. ആമേൻ. വചനം അതിവേഗം ഓടുന്നതാണ്. അത് ചുറ്റുക പോലെ അടിച്ചു തകർക്കുന്നതാണ്. അയച്ച കാര്യം സാധിപ്പിച്ച് ദൈവം പറയുന്നു, എൻ്റെ അടുക്കൽ മടങ്ങി വരുന്നതാണ്. ആമേൻ. വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് എത്രയോ ശക്തിയുണ്ട്, അത്രയും ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഈ വചനത്തെ വചനമായി ഏറ്റെടുത്തു എങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. തെസ്സലോനിക്കക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനി 1 5 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ സുവിശേഷം വചനമായി മാത്രമല്ല, അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. എന്നിട്ട് 2 വരുമ്പോൾ 13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വചനത്തെ വചനമായി വിശ്വസിച്ച് കേട്ട് ഗ്രഹിച്ച് അത് ഏറ്റെടുത്താൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം ഈ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ വചനത്തിനനുസൃതമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളെയും വെക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നേറുന്നവരായിരിക്കും. ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ കേട്ടു, ഇതുപോലെ കുറേ അധികം ഞങ്ങൾ കേട്ടതാ, പലത് കേട്ടു, ഇന്നും കേട്ടു, സാരമില്ല, കേട്ട് 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 തഴമ്പിച്ച് ആമേൻ അറിവ് വർദ്ധിപ്പിക്കുവാനായിട്ട് കേൾക്കുന്നവരുണ്ട്. കേട്ടിട്ട് ഒരു പ്രയോജനമില്ല, ചുമ്മാതെ ഏതായാലും കേട്ടുകളയാം എന്ന് വിചാരിച്ച് കേൾക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നെൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ നീ എന്നോട് പ്രവർത്തിക്കണമേ, നീ എന്നോട് ഇടപെടണമേ. അപ്പാ, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് പകൽ നീ എന്നെ ഏത് ദൂതാണ് കേൾപ്പിക്കാൻ പോകുന്നത്? ഞാൻ ഈ മീറ്റിങ്ങിനെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗം ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നോടൊരു ദൂത് കർത്താവേ ഉണ്ടെങ്കിൽ ആ ദൂത് ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു
എന്നുള്ള സമർപ്പണത്തോടെ, ഒരുക്കത്തോടെ എത്ര പേര് വചനത്തിന് മുമ്പാകെ ആയിരിക്കും? ആമേൻ. ശിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വചനത്തിങ്കിൽ ഉറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ദൈവവചനത്തെ ഭയത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് നാം ഏറ്റെടുക്കേണ്ടത്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ ആളുകൾ അവർ ചെയ്തത്. ഒരു വചനത്തെ വചനമായി ഏറ്റെടുത്തു. അവർ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനം സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ജീവനും ചൈതന്യമുള്ളതാണ്. ഇതിന് വൈത്തുള്ള ഏലിവാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇത് പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെ വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതാണ്. ഇത് ഹൃദയത്തിലെ നമ്മുടെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുവാൻ കഴിവുള്ളതാണ്. ആമേൻ. വെറുതെ കുറച്ച് വചനം കേട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. വചനത്തിനും ഭാഗം കുറച്ചു നേരം ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ തട്ടി അത് വളരെ പ്രതിഫലനമുണ്ടാക്കുവാൻ, ചലനമുണ്ടാക്കുവാൻ അവിടേക്ക് വചനം കടന്നു പോകേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കും. ഹല്ലേലൂയ. നോക്കണമേ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചല്ലോ, പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിത മനുഷ്യനോട് തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. മത്തായി സുവിശേഷത്തിലെ വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് പറയുന്നു, അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. ആമേൻ. ജീവിതത്തിൻ്റെ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികളാകുന്ന തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, ആമേൻ, പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, സഹോദരി, നിന്റെ വിശ്വാസ പടക് തകർന്നു പോകാതിരിക്കണമെങ്കിൽ, ആമേൻ, നിന്റെ കൂടെ വചനമാകുന്ന യേശു ഉണ്ടായിരിക്കണം. ആ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതായിരിക്കണം നിന്റെ ജീവിതം. വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ബലമുള്ളതായി ഇവിടെ നമ്മൾ വായിക്കുന്നല്ലോ, അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. നല്ലവണ്ണം പണിതിരിക്കൊണ്ട്. അപ്പം നല്ലവണ്ണം അല്ലാതെയും പണിയാൻ കഴിയുമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെ, എൻ്റെ ജീവിതം ഞാൻ നല്ലവണ്ണം പണിതിരിക്കുന്ന ഒരു ജീവിതമാണ്. നന്നായി ഞാൻ പണിതുയർത്തിരിക്കുന്ന ഒരു ജീവിതമാണ്. പിന്നെയും ഞാൻ അതിന്മേൽ ധാരാളം കാര്യങ്ങൾ മോഡിഫിക്കേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വീട് ഒരിക്കൽ നമ്മൾ വെച്ചാലും കാലാകാലങ്ങൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചില മോഡിഫിക്കേഷൻസ്, ചില റെനോവേഷൻസ് ചെയ്യാറില്ലേ? എത്ര നന്നായിട്ട് പണിഞ്ഞ വീടാണെങ്കിലും ചില സമയങ്ങൾക്ക് കഴിയുമ്പോൾ നാം ചില മോഡിഫിക്കേഷൻസ് ചെയ്യും, റെനോവേഷൻസ് ചെയ്യും. വചനപ്രകാരമുള്ള പണി അങ്ങനെ തന്നെയല്ലേ? ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ഈ പണിയിന്മേൽ ചിലതൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിലതൊക്കെ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, ഓരോ ദിവസത്തെയും ദൈവം നിന്നോട് ഇടപെടുന്ന വചനം, ദൈവം നിന്നോട് സംസാരിക്കുന്ന വചനം, നിന്റെ ജീവിതത്തിൽ അത് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വചനമാണോ? അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വചനമാണോ? അതോ നിഷ്ഫലമായി ചേമ്പിൻ തണ്ടിൽ വെള്ളം വീഴുന്നത് പോലെ? ചേമ്പിൻ്റെ ഇല കണ്ടിട്ടില്ലേ? ചേമ്പലയിൽ വെള്ളം വീണാൽ അത് ശകലം പോലും അവിടെ ഇരിക്കില്ല, പെട്ടെന്ന് തട്ടി ഉരുണ്ട് അത് താഴേക്ക് പോകും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ കേട്ട വചനമെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിന്നെ ന്യായം വിധിക്കും. നാം കേൾക്കുന്ന വചനം, നാം സംസാരിക്കുന്ന വചനം, നാം ഏറ്റെടുക്കുന്ന വചനം, ഈ വചനം ഒടുക്കത്തെ നാളിൽ ന്യായവിധിയുടെ മുമ്പിൽ നമ്മോട് ചോദ്യചിഹ്നമായി അവിടെ ഉയർന്നു നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പണി ചെയ്യാം. നമുക്ക് കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മുടെ പണികളെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പെടുന്ന മനുഷ്യനോട് തുല്യൻ.
ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു. ആ വീടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. ഹല്ലേലൂയ. അത്താഴസുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനിക്കുകയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. ആമേൻ. ഇവിടെ വായിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ആ മനുഷ്യൻ അത് നന്നായി പണിതു എന്നാണ്. അല്ലേ, നല്ലവണ്ണം പണിതു. ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യൻ, എന്താ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്തത്? അവൻ പാറമേൽ വീട് പണിതു. എന്നാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അടിച്ചു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ 1:21-22 ആകയാൽ എല്ലാവർക്കും ദുഷ്ടതയെ ആധിക്യവും വിട്ട് നിങ്ങളെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ആമേൻ. എന്നിട്ട് യാക്കോബ് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ എങ്ങനെയുള്ള ആളാണ്? തൻ്റെ നാച്ചുറലായിട്ട് തൻ്റെ ഫേസ്, തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒത്തിരിക്കുന്നു. എന്തിനാ കേൾക്കുന്നത്? കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയില്ലേ നമ്മൾ കേൾക്കുന്നത്? അതെന്ത് കാര്യമായിരുന്നാലും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ നാം സമയം എടുത്ത് ഇരുന്ന് കൊടുക്കുന്ന എന്തിനെങ്കിലും മുമ്പിൽ കേൾക്കുവാനായി ചെവി കാതോർപ്പിച്ച് നമ്മൾ ഇരുന്ന് കൊടുക്കുന്നത് അത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് പ്രയോജനം ഉണ്ടാകുവാനല്ലേ? അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നത് കൊണ്ട് നാം എന്തെങ്കിലും ചെയ്യുമല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ യാക്കോബ് പറയുന്നത് വി മസ്റ്റ് പ്രാക്ടീസ് വാട്ട് വി ഹിയർ. നാം കേൾക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതകത്ത് ധ്യാനത്തിനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കണം, വെളിയിൽ അതിനെ അനുസരണത്തിനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. കാരണം ഇത് പറഞ്ഞ വ്യക്തി കർത്താവാ. ഏതെങ്കിലും മാനുഷികമായ ഒരു ശബ്ദം നമ്മൾ കേട്ടുവെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ പല കർത്താവിൻ്റെ ദാസന്മാരെയും പല അഭിഷിക്തന്മാരെയും ദൈവവചനം പറയുവാൻ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ആത്യന്തികമായി ഇത് പറയുന്നത് ദൈവമാണ്. ആത്യന്തികമായി ഇത് അരുളി ചെയ്യുന്നത് ദൈവമാണ്. ഇത് സകലവും ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സകലത്തെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച ദൈവമാണ് സംസാരിക്കുന്നത്. ഇത് ദൈവമാണ് സംസാരിക്കുന്നതെന്നുള്ള ചിന്തയുണ്ടാകുമ്പോഴല്ലേ ഇത് ധ്യാനത്തിനും അനുസരണത്തിനുമായി നമുക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമാകും. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ റിമെമ്പർ ചെയ്യുന്നു, നമ്മളത് ഏറ്റെടുക്കുന്നു, നമ്മളിത് പിന്നെ ഉരുവിടുകയാണ്. നമ്മൾ റിമെമ്പർ ചെയ്യുന്നു, നമ്മൾ കാണാതെ പഠിക്കുന്നു. ഇന്ന് കേട്ട വചനം ഇതായിരുന്നല്ലോ. തിരിച്ച് ഭവനത്തിലേക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഓർത്തോർത്ത് പോകുകയാണ്, ആ വചനം ഇതായിരുന്നല്ലോ, ആ വചനം ഇതായിരുന്നല്ലോ, ആ വചനം ഇങ്ങനെയായിരുന്നല്ലോ. എന്നിട്ട് ഭവനത്തിൽ പോയി പിന്നെയും ബൈബിൾ എടുത്ത് അത് വായിച്ച് പഠിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും ദൈവത്തിന് എന്നോട് പറയാനുണ്ടോ? ഈ വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുവാൻ ഈ വചനത്തിൽ കൂടി എന്നോട് വ്യക്തിപരമായി എന്തെങ്കിലും എൻ്റെ കർത്താവിന് പിന്നെ സംസാരിക്കാനുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപാദപീഠത്തെങ്കിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഇൻവേർഡ് പ്രാക്ടീസ്. അത് ഒബീഡിയൻസിനായിട്ട് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 17-10 സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. എന്നിട്ട് അവരെക്കുറിച്ച് പറയുക,
അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമം. എന്താ തെസ്സലോനിക്കുള്ളവരുടെ പ്രത്യേകത? ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവർ വചനത്തെ വചനമെന്ന പോലെ കൈക്കൊണ്ടു. 1 തെസ്സലോനിയൻസ് 2 13 വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? നിങ്ങളതിനെ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ രക്ഷയ്ക്ക് ആമേൻ, ഇത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നു, രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു നിൽക്കുന്നു, അതുകൊണ്ട് അതിൽ നിലനിൽക്കാം. ആമേൻ. യാക്കോബ് പറയുന്നു, നിങ്ങൾ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കും. ഇവിടെ നമ്മൾ തെസ്സലോനിക്കക്കാരെ കുറിച്ച് കണ്ടല്ലോ. അവർ സാക്ഷാൽ ദൈവവചനത്തെ ദൈവവചനമാകുന്നത് പോലെ കൈക്കൊണ്ടവർ. അതുകൊണ്ട് അവരെ കോട്ട് ചെയ്തിട്ടാണ് അപ്പോസ്തലപ്രവൃത്തികൾ 17 10 നമ്മൾ വായിക്കുന്നു, പൗലോസിനെ ശീലാസിനെ ബെരോവയ്ക്ക് പറഞ്ഞു വെച്ചു. അവിടെ എത്തിയാറ് യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ദൈവവചനത്തെ സാക്ഷാലാകുന്നത് പോലെ കൈക്കൊണ്ടു. അതവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞ തെസ്സലോനിക്ക വിശ്വാസികളെക്കാൾ ഉത്തമന്മാരായ ഒരു കൂട്ടം വിശ്വാസികളെ പൗലോസിനെ ബെരോവയിലുള്ള കാണുവാനിടയായിത്തീർന്നു. എന്താ അവർ ചെയ്തത്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഹല്ലേലൂയ. ഒരു വചനം കേട്ടിട്ട് നല്ല വചനമെന്ന് പറഞ്ഞ് സന്തോഷിച്ച് പൊടിയും തട്ടി അതേ ഇന്നിട്ട് പോകുക എല്ലാവരും അവർ ചെയ്തത്. പിന്നെയോ അവര് വചനം ജാഗ്രതയോടെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടെന്ന് മാത്രമല്ല, അതങ്ങനെ തന്നെയോ എന്ന് ആമേൻ എന്ത് ചെയ്തു? ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിലേക്ക് മടങ്ങി വരാം. വചനം ചെയ്യാത്ത ആളുകൾ എങ്ങനെയാണെന്ന് യാക്കോബ് ആദ്യം പറയുന്നു. വചനം ചെയ്യാത്ത ആളുകളെ ആമേൻ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. നാം കണ്ണാടി നോക്കുന്നത് എന്തിനാ? കണ്ണാടി നോക്കുമ്പോഴാണല്ലോ മുഖം ഒന്ന് കഴുകിക്കളയാമെന്ന് തോന്നുന്നത്. മുഖം ഒന്ന് കഴുകിയിട്ട് പിന്നെയും എന്ന് കണ്ണാടി ഒന്നുകൂടെ നോക്കുന്നു. ആമേൻ. കണ്ണാടി നോക്കിയിട്ട് വെറുതെ സാരമില്ല അത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോകുമോ? ആമേൻ. കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഉടനെ പോയി എവിടെയാണ് ആ കുഴപ്പം നമ്മൾ കണ്ടത്, അത് എങ്ങനെയെങ്കിലും അത് മാറ്റുവാൻ നോക്കുന്നു. തുണിയെടുത്ത് തുടച്ചു കളയുന്നു, അല്ലെങ്കിൽ മുഖം കഴുകി വെള്ളം കൊണ്ട് കഴുകിക്കളയുന്നു. എന്നിട്ട് ഒരിക്കൽ കൂടെ പിന്നെയും കണ്ണാടി വന്ന് നോക്കും, അതെല്ലാം പോയോ, ശരിയായോ, അതിവിടെ ഇരിപ്പുണ്ടോ? ആമേൻ. ഇതുപോലെ തന്നെയല്ലേ വചനവും നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. ദൈവവചനം കണ്ണാടി പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ പല കുറവുകളെയും അത് നമുക്ക് കാണിച്ചു തരുന്നു, പല കേടുപാടുകളെയും കാണിച്ചു തരുന്നു, പല സ്പോട്സുകളെ നമുക്ക് കാണിച്ചു തരുന്നു. ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത, ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യകത, ശുദ്ധീകരിക്കേണ്ട ആവശ്യകത, പാപങ്ങളെ ഏറ്റുപറയേണ്ട ആവശ്യകത, ഇത് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവവചനം. അതുകൊണ്ട് യാക്കോബ് പറയുന്നത് ലൂക്കോസ് 6:46 തന്നെ നമ്മൾ നിങ്ങൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? യാക്കോബ് ചോദിക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാണോ? നിങ്ങളതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. ഈ വചനമെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൊണ്ടുപോയി ധ്യാനിച്ച് അത് ഇൻവേർഡ് പ്രാക്ടീസിലേക്കും അത് ഔട്ട്വേർഡ് പ്രാക്ടീസായ ഒബീഡിയൻസിലേക്കും കൊണ്ടുപോകുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കണ്ണാടി നോക്കുന്ന ആള് മുഖത്തെ അഴുക്കുകളെല്ലാം പിന്നീട് തൂത്ത് കളഞ്ഞ് പോകുന്നത് പോലെ വചനമാകുന്ന കണ്ണാടി നോക്കി എൻ്റെ ജീവിതത്തിലെ അഴുക്കുകളും എൻ്റെ ജീവിതത്തിലെ കമ്പക്കേടുകളും ജീവിതത്തിലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്തു കളയുവാൻ ഈ വചനം എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഈ സന്ധ്യാസമയം ഈ വചനം നമുക്ക് ദൈവം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നിങ്ങളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളുടെ മേൽ വെച്ച് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരായിട്ടല്ല, പിന്നെയോ അതിനെ അനുസരിക്കുന്നവരായി നമുക്ക് മാറാം. അതിനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതിനെ ധ്യാനിച്ച് അതിൻ്റെ മേലൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.